ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ വിളക്കന്നൂർ പള്ളിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിൽക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് വിളക്കണ്ണൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 1.25 മണിക്കൂർ യാത്രയുണ്ട്. വിളക്കണ്ണൂർ ക്രിസ്തുരാജ ദേവാലയം 2013 നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെയാണ് ചരിത്രത്തിൽ ഇടം നേടിയത്. 2025 മെയ് 31 വത്തിക്കാൻ ഈ അത്ഭുതത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചതോടെ ഈ പള്ളിക്ക് ആഗോള ശ്രദ്ധ ലഭിച്ചു. 2013 നവംബർ 15 അന്നത്തെ വികാരിയായിരുന്ന ഫാദർ തോമസ് പതിക്കൽ ദിവ്യബലി അർപ്പിക്കുന്നതിനിടെ തിരുവോസ്തിയിൽ ക്രിസ്തുവിൻ്റെ മുഖം തെളിഞ്ഞതായി കണ്ടു. അർപ്പണ സമയത്ത് ഒരു ചെറിയ അടയാളം പ്രത്യക്ഷപ്പെടുകയും അത് സാവധാനം യേശുവിൻ്റെ മുഖത്തിൻ്റെ രൂപം കൈക്കൊള്ളുകയുമായിരുന്നു. അത്ഭുത തിരുവോസ്തി ഇപ്പോൾ വിളക്കണ്ണൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ സംഭവം ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ വലിയ ആഹ്ലാദത്തിനും ഭക്തിക്കും കാരണമായി. ഇന്ത്യയിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഒരു ചെറിയ കുന്നിൻ്റെ മേളിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പള്ളിയിലെ മാസിൻ്റെ ടൈമിംഗ് എല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് ഇവിടുത്തെ അത്ഭുതം കാണാൻ വേണ്ടി വരിക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.